കൊലക്കേസ് അങ്ങനെ പറയാൻ പറ്റില്ല. ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കാലമായിട്ട് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. ഡയലോഗുണ്ട്, ഇടിയുണ്ട്, എന്താ വേറെ ഒന്നുമില്ല. പേരിൽ വിവാദമായതുപോലെ തന്നെ അതിൽ ഭയപ്പെടാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം വേറെ മൂഡ് പറയാനുള്ളൂ. ചില അനാവശ്യമായിട്ടുള്ള ചില പൊളിറ്റിക്സുകൾ ഒക്കെ കയറി വന്നിട്ടുണ്ട്. സെൻസർ ബോർഡ് വിവാദം ഉള്ളതുകൊണ്ടാണ് ഈ പടം 4 ആൾ അറിഞ്ഞത്. അല്ലാതെ സെൻസർ ബോർഡിന് വിവാദമാക്കപ്പെട്ട കാര്യങ്ങൾ. നല്ലൊരു ചോയ്സ് ഓഫ് സിനിമയായിരുന്നു. സ്ക്രിപ്റ്റ് നല്ലൊരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ അനുപമയുടെ ആ ചോയ്സ് ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. ചിന്താമണി കൊലക്കേസ് അങ്ങനെ പറയാൻ പറ്റില്ല. ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കാലമായിട്ട് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. പക്ഷെ അതിനെ നമുക്ക് അതുപോലൊരു കഥ എന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും. പക്ഷേ ഒരു വക്കീലെന്നുള്ള രീതിയിൽ സുരേഷ് സാറിനെ കാണുമ്പോൾ ചിലപ്പം അങ്ങനെ ഒരു നൊസ്റ്റാൾജിയ വരുമായിരിക്കും. പക്ഷെ എനിക്കൊരു ഭയങ്കര ഫ്രഷ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. പുതുമയാർന്ന കഥയോ ഒന്നുമില്ല ഈ പടത്തിൽ. ഒരു ടോട്ടലി സുരേഷ് ഗോപിയുടെ ഒരു രാഷ്ട്രീയം ഇടയ്ക്കിടയ്ക്കൊന്ന് എടുത്ത് തള്ളിയിട്ടുണ്ട്. അല്ലാതെ വേറെ ഒന്നുമില്ല. സെൻസർ ബോർഡ് വിവാദം ഉള്ളതുകൊണ്ടാണ് ഈ പടം 4 ആൾ അറിഞ്ഞത്. അല്ലാതെ സെൻസർ ബോർഡിന് വിവാദമാക്കപ്പെട്ട കാര്യങ്ങളൊന്നും ഇല്ല അതിൽ. ആ പിന്നെ ക്യാരക്ടറിൻ്റെ പേര് ജാനകി, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ നമ്മൾ വിചാരിക്കുന്ന ഒന്നുമില്ല. പടം ഒന്നിനും കൊള്ളില്ല. വളരെ പൊട്ട പടമാണ്. കുറച്ച് വിവാദമായതാണ് ഈ പേരിൽ സംബന്ധിച്ച്. പക്ഷേ പേരിൽ വിവാദമായതുപോലെ തന്നെ അതിൽ ഭയപ്പെടാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം അന്വേഷണം ഉദ്യോഗസ്ഥർ നല്ലപോലെ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കേസും യാഥാർത്ഥ്യമായ അന്വേഷണത്തിലോട്ട് വഴിത്തിരിയും. കാരണം ഇവിടെയുള്ള അറിയാമല്ലോ, നമ്മുടെ നാട്ടിലുള്ള കാര്യം നമ്മൾ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളച്ചേരിച്ച് ഇതാണ്. അതിൽ ഈ JSK എന്ന സിനിമ പ്രവീൺ നാരായണൻ്റെ നല്ലൊരു ചിത്രം. കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൽ. അത്രയ്ക്കും നല്ലൊരു എന്തോ പെർഫോമൻസ് അടിപൊളി. സുരേഷോട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു വക്കീൽ കുപ്പായം അണിയുന്നത്, പിന്നെ നിയമങ്ങൾ കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് ഇവർ ഒരുപാട് അന്വേഷിച്ചിട്ടാണല്ലോ ഈ സിനിമയിലേക്ക് എഴുതണത്. കറക്റ്റായിട്ട് അതിനനുസരിച്ചുള്ള കഥ. ചില അനാവശ്യമായിട്ടുള്ള ചില പൊളിറ്റിക്സുകൾ ഒക്കെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഇത് ഇറങ്ങുമ്പോൾ കൂടുതലും ജനങ്ങളിലേക്ക് എത്തുമ്പോഴാണ് അതിന് വിമർശനങ്ങളൊക്കെ വരാൻ സാധ്യത ഉള്ളത്. പിന്നെ ഒരുപാട് സീനൊക്കെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. എങ്കിലും വളരെ ഭംഗിയായിട്ട് എന്താണ് എടുത്തിട്ടുള്ളതെന്നുള്ളത് തന്നെയാണ്. സുരേഷ് ഗോപി വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. എങ്കിലും പടം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ജനങ്ങളിലെത്തും. ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില നിയമത്തിൻ്റെ ചില ലൂപ്പോയിൻറ്റുകളൊക്കെ അതിലെടുത്ത് കാണിക്കുന്നുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. കാരണം ചില തെളിവുകളില്ലാത്ത ചില കാര്യങ്ങൾക്കൊക്കെ എന്താണ് കോടതിയുടെ വിധി ചില നമുക്കറിയാം അതൊന്നും ചില ശരിയല്ല എന്നുള്ളത്. അതൊക്കെ അതിലെടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് പറയാമെന്നുള്ളത് ചില അനാവശ്യ സ്ഥലങ്ങളിലേക്ക് ചില പൊളിറ്റിക്സിന് വേണ്ടിയിട്ട് ചില രംഗങ്ങൾ കയറി വരുന്നുണ്ട്. ചില നാട്ടിൽ നടക്കുന്ന ചില വിഷയങ്ങൾ എടുത്ത് കാണിക്കാൻ തന്നെ ആയിരിക്കാം. എങ്കിലും അത് ചിലപ്പോൾ അത് പോസിറ്റീവായിട്ട് എടുക്കുന്നവരുണ്ട്, നെഗറ്റീവായിട്ട് എടുക്കുന്നു. നിങ്ങൾ കണ്ട മൂവി ഓക്കെ അല്ലേ? ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ബാക്കി എല്ലാവരോടും ചോദിക്കുക എന്താണ് എല്ലാവരും അഭിപ്രായം. ഞാൻ ഇറങ്ങിയപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞ അഭിപ്രായങ്ങൾ ഞാൻ കേട്ടിട്ടുള്ളൂ. ഇവരെല്ലാം പറഞ്ഞത് ഭയങ്കര സന്തോഷം. വെയിറ്റ് ചെയ്യാൻ. താങ്ക് യു. ഡയലോഗുണ്ട്, ഇടിയുണ്ട്, എന്താ വേറെ ഒന്നുമില്ല. ഇവിടെ ഷോപ്പി ഉണ്ടെങ്കിൽ നല്ല സീനായിരിക്കും അല്ലേ, നല്ല തിരക്കായിരിക്കും. അതായത് സർക്കാരിൻ്റെ കാര്യങ്ങൾ അതും പറയണുണ്ട്. പറയണല്ലോ അനൂപിൻ്റെ കാര്യങ്ങൾ. സുരേഷ് ഗോപിൻ്റെ കോടതി ഇപ്പോൾ 2ാമത്തെ 3ാമത്തെയാണ് സീനിൻ്റെ ഇത് കണ്ടത്. നമ്മുടെ സുരേഷ് ഗോപി കോടതിയിൽ സീനിൽ വരണത് നല്ല ലുക്കിൽ വരണ്ടേ, ഇഷ്ടപ്പെട്ടു. ഇത് അല്ല നമ്മുടെ സുരേഷ് ഫാൻസിൽ എല്ലാവർക്കും ചെയ്യുന്നു. അതെ, സുരേഷ് തിയേറ്ററിൽ വന്ന് കാണേണ്ട ഒരു പടം തന്നെയാണ്. തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഒരു പുതുമയുള്ളൊരു സിനിമ, വളരെ വ്യത്യസ്തമായ ഒരു പ്രമേയം, അതാണല്ലോ നമുക്ക് വേണ്ടുന്നത്. അത് ഈ സിനിമയിലൂടെ ഉണ്ട്. ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ് ഇത്. ഇതുവരെ ആരും പറയാത്ത ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു നല്ല വിഷയം തന്നെയാണ്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല സിനിമ, നല്ല സബ്ജക്റ്റ് ആയിരുന്നു. ഓവറോൾ എനിക്കൊരു ആവറേജ് ഫീൽ ആയിരുന്നു.
ഇല്ല, അങ്ങനെ എനിക്ക് തോന്നിയില്ല. നല്ല പെർഫോമൻസ് ആണ്, അനുമോളുടെ പെർഫോമൻസ് നല്ലതായിരുന്നു, അവരെ പെർഫോമൻസ് നല്ലതായിരുന്നു. ഓവറോൾ ഓക്കെ. ചിന്താമണിയിൽ നിന്നൊരു വെറൈറ്റി ട്രാക്കാണ് പിടിച്ചേക്കുന്നത്. ഒരു അഡ്വക്കേറ്റ് റോളാണ്. പിന്നെ നമ്മുടെ ഇപ്പോൾ ഈ സമകാലികമായിട്ടുള്ള കേരളത്തിലുള്ള എല്ലാ ഇഷ്യൂസും ഈ സിനിമയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഉദാഹരണം കണയന്നൂർ താലൂക്ക് അഴിമതി ഇഷ്യൂ ഉണ്ടല്ലോ, അതൊക്കെ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ സുരേഷ് ഗോപി ക്യാമറയ്ക്ക് പിന്നിലുള്ള സുരേഷ് ഗോപിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. കാരണം മീഡിയ ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ഉണ്ടല്ലോ പുള്ളി, സുരേഷ് ഗോപിയുടെ ഒരു ഇത്, അതൊക്കെ സിനിമയിൽ മെൻഷൻ ചെയ്തെല്ലാം പോകുന്നുണ്ട്. പിന്നെ പടം എല്ലാവരും കാണാൻ പറ്റുന്ന ഒരു ഡീസൻറ്റ് ത്രില്ലർ മൂവിയാണ്. ക്ലൈമാക്സിൻ്റെ അവസാനത്തിൽ ഒരു 10 മിനിറ്റ് പറയാതിരിക്കാൻ പറ്റില്ല, നമുക്ക് തന്നെ കൺഫ്യൂസിങ് ആവും. കാരണം മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു വിഷയം ഇതുവരെ വന്നിട്ടില്ല. കാരണം ഞാൻ തന്നെ ചിന്തിച്ചു പോകും, കാരണം ഇത് ആരെ ഭാഗത്ത് നിൽക്കും എന്നുള്ള ചിന്ത വരും. കാരണം ഇതൊരു വെറൈറ്റി കൺസെപ്റ്റ്